മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബീഹാറിൽ എൻഡിഎയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ നിതീഷ് കുമാർ നാളെ ഗവർണറെ കാണാൻ അനുമതി തേടി. നിയമസഭാ കക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ ആർജെഡി ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. വിവരങ്ങളുമായി ടി ജി സജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോഴും ജെഡിയു ബീഹാർ അധ്യക്ഷൻ ഉമേഷ് സിംഗ് കുശ്വാഹ പറഞ്ഞത് തങ്ങൾ ഇന്ത്യ മുന്നണിയിൽ തന്നെയുണ്ട്, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം എന്ന പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ ഇതാ ഇപ്പോൾ ഗവർണറെ കാണാൻ അനുമതി തേടിയിരിക്കുകയാണ്. എന്തൊക്കെ നീക്കങ്ങളാണ് ബീഹാറിൽ നടക്കുന്നത്? ഔദ്യോഗികമായ എന്തെങ്കിലും പ്രതികരണം ജെഡിയുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ജെഡിയുവിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരം നിർണായക യോഗങ്ങൾ കൂടി നടക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. നിതീഷ് കുമാർ നാളെ വിളിച്ചിരിക്കുന്ന നിയമസഭാ കക്ഷി യോഗമാണ്. നിയമസഭാ കക്ഷി യോഗത്തിന്റെ പ്രത്യേകത എംഎൽഎമാർ പങ്കെടുക്കുന്ന യോഗമാണ്. ഇവിടെയാണ് രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് എന്നതാണ് പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന എല്ലാ സൂചനകളും അനുസരിച്ച് എൻഡിഎ ക്യാമ്പിലേക്ക് തന്നെയാണ് വീണ്ടും നിതീഷ് കുമാറിന്റെ നീക്കം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും മറുകണ്ഠം ചാടലുകൾക്ക് പ്രധാനപ്പെട്ട പേരുദോഷം കേൾക്കുന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ. അദ്ദേഹം ആ നിലപാടുകൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് ഈ പ്രത്യേകതകൾക്ക് ഇപ്പോഴത്തെ ഈ പ്രത്യേകത. സുശീൽ കുമാർ മോഡി ബി.ജെ.പി. നേതാവ് ഈ ഒരു കാലത്തും രാഷ്ട്രീയ ശത്രുക്കളില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഈ ജെഡിയുവിന്റെ നീക്കവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇന്നലെ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് ബി.ജെ.പി. അവരെ സ്വാഗതം ചെയ്യുന്നതിന്റെ സൂചനയായി തന്നെ വിലയിരുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ബീഹാറിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ചില നിർണായക കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുമുണ്ട്. ഇതാണ് പൊതുവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർജെഡി വളരെ കരുതലോടെയുള്ള നീക്കത്തിലാണ്. കാരണം ഈ ബീഹാർ നിയമസഭയിലെ ഏറ്റവും അധികം എംഎൽഎമാരുള്ള കക്ഷി ആർജെഡിയാണ്. പക്ഷേ ആർജെഡിക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ജെഡിയുവും ബി.ജെ.പിയും ചേർന്ന് കേവല ഭൂരിപക്ഷം തികച്ചതോടെ ആർജെഡി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണെങ്കിൽ കൂടിയും ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ പിന്നീടുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒടുവിലാണ് പിന്നീട് ജെഡിയുവും ആർജെഡിയും തമ്മിൽ യോജിച്ച് ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാറിന്റെ നീക്കത്തെ ആർജെഡി മുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തേജസ്വിനി യാദവ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്, എംഎൽഎമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. പാർട്ടി നേതാക്കളുടെ 8 പേരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആർജെഡിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നിതീഷ് കുമാർ പക്ഷം ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചു. പട്നയിലേക്ക് എംഎൽഎമാരെ ഉൾപ്പെടെ വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അത് ഇന്നലെ കുശ്വാഹ നിഷേധിച്ചിരുന്നു എങ്കിൽ പോലും എംഎൽഎമാരെ ഒപ്പം നിർത്തുക എന്നത് ആദ്യം തന്നെ നിതീഷ് കുമാർ പക്ഷം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സാഹചര്യത്തെ എങ്ങനെ കാണണം? മറ്റേതെങ്കിലും വിധത്തിൽ അവിടെ ഭൂരിപക്ഷം തികയ്ക്കുക അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആർജെഡിയെ സംബന്ധിച്ചുണ്ടോ? ബീഹാറിലെ നിയമസഭാ കക്ഷി നില നമുക്കൊന്ന് പരിശോധിക്കാം. 243 ബീഹാറിലെ നിയമസഭാ കക്ഷി നില. അതായത് ഈ മാന്ത്രിക സംഖ്യ കേവല ഭൂരിപക്ഷം തികയ്ക്കണമെങ്കിൽ 123 എന്ന സംഖ്യ 122 എന്ന സംഖ്യയിലേക്ക് എത്തേണ്ടി വരും. അവിടെയാണ് നിലവിലുള്ള കക്ഷിനില പ്രധാനപ്പെട്ടത്. ആർജെഡിയും കോൺഗ്രസും 3 ലെഫ്റ്റ് പാർട്ടികളും ചേരുമ്പോൾ 114 അംഗബലം. അതേസമയം ജെഡിയുവും ബി.ജെ.പിയും, ജെഡിയുവിന് 45 അംഗങ്ങളും ബി.ജെ.പിക്ക് 78 നിയമസഭാംഗങ്ങളുമാണുള്ളത്. ഈ രണ്ടുപേരും ചേരുമ്പോൾ 123 എന്ന കക്ഷി നിലയിലേക്ക് വരും. ഒപ്പം തന്നെ ഈ ചേരിക്കൊപ്പം നിൽക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ്, ഒരു സ്വതന്ത്ര നിയമസഭാംഗവും ഉണ്ട്. അയാളുടെ പിന്തുണയും ഈ ചേരിക്ക് ഉറപ്പാണ്. ഇത്തരത്തിൽ ഈ രണ്ട് കക്ഷികളുടെയും, അതായത് ജെഡിയുവിന്റെയും ബി.ജെ.പിയുടെയും ഒന്നിച്ചു ചേർക്കൽ തന്നെ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെ സ്വാഭാവികമായും ആർജെഡി മറുചേരിയിൽ നിന്ന് ആരെങ്കിലും പറിച്ചെടുക്കുന്ന പോലെയുള്ള നാടകീയ നീക്കങ്ങൾ നടത്തി അത് വിജയിച്ചാൽ മാത്രമേ അവിടെ ആ സർക്കാരിനെ അവർക്ക് നിലനിർത്തി ആർജെഡി നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കൊണ്ടുവരാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിക്കൊപ്പം ചേർന്ന് ജെഡിയുവിന് സർക്കാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മുൻകാലങ്ങളിൽ അത് ഉണ്ടായിട്ടുമുള്ളതുമാണ്. അതുകൊണ്ട് അത്തരം സാധ്യതയിലേക്ക് തന്നെ, അതായത് ജെഡിയു ബി.ജെ.പി. ചേരിക്കൊപ്പം എൻ.ഡി.എ. ചേരിക്കൊപ്പം നിൽക്കുക എന്ന രാഷ്ട്രീയ തീരുമാനമെടുത്താൽ സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. തീർച്ചയായും സജിത്ത്, അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇപ്പോൾ ആർജെഡി അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഈ യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു നീക്കം അത് ഏതാണ്ട് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഇല്ലെങ്കിൽ പോലും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നേരിടാനാണ് ആർജെഡി ക്യാമ്പ് തയ്യാറെടുക്കുന്നത്? സ്വാഭാവികമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളിൽ കരുതലോടെ നീങ്ങാനുള്ള തീരുമാനം പൊതുവിൽ എംഎൽഎമാർക്ക് നൽകും. ഒപ്പം തന്നെ ആർജെഡി നടത്താൻ പോകുന്ന ഒരു കരുതൽ നിലവിൽ തങ്ങളുടെ കക്ഷി നിലയിൽ ചോർച്ച ഉണ്ടാവാതെ, അതായത് നിലവിലുള്ള അംഗബലത്തിൽ ചോർച്ച ഉണ്ടാവാതെ പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമായിരിക്കും ആർജെഡി പയറ്റുക.
സർക്കാർ ഉണ്ടാക്കാൻ BJP-യും JDU-യും തുനിഞ്ഞിറങ്ങിയാൽ അതിനെ തടയുക അത്ര എളുപ്പമല്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ എന്ന അനുകൂല സാഹചര്യം, നിലവിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിനുണ്ടാകുന്ന സ്വാധീനം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. മറിച്ച് തങ്ങളുടെ ചേരിയിൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുക പോലെയുള്ള ജാഗ്രതയായിരിക്കും നടത്തുക. അതിനുമപ്പുറം ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള ഒരു സാധ്യതയിലേക്ക്